ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബനാന ലസ്സിയാണ്. ഈ ബനാന ലസ്സി ഭയങ്കര ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ബനാന ലസ്സിയിൽ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരും പഴവുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ചൂട് സമയത്തൊക്കെ എല്ലാവർക്കും തന്നെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ടാങ്ക് കലക്കും അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, അതിൽ കൂടുതലൊന്നും അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വെറൈറ്റികൾ കുടിക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലസ്സികളും ലൈം ജ്യൂസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്കതിനുള്ള പ്രിപ്പറേഷൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിനായിട്ട് പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ സെറ്റ് കാർഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിഞ്ചുപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, 1.5 പഴം. ഞാൻ ഒരു പൂവമ്പഴം ആണ് എടുത്തിരിക്കുന്നത്, 1.5 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. നമുക്ക് ആദ്യമേ തന്നെ തൈരൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ് മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് രണ്ടും വേറെ വേറെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1.5 പഴത്തിനുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനതവിടെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ അടിച്ചതിലേക്ക് തന്നെ നമുക്ക് പഴം ഒന്നിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നമുക്ക് ആദ്യം തന്നെ ഈ പഴത്തിൻ്റെ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സ് കുറച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മിക്സാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ആ പഴം കട്ടയായിട്ട് വരും. ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള തൈര് അടിച്ചു വച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ആ പഴത്തിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ ഗ്ലാസ്സിനോ ഉള്ളതാണ് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കേട്ടോ. ഇതൊരു ഗ്ലാസ് കിട്ടും. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാരക്ക് പകരം നിങ്ങൾ തേൻ ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചുകൂടി ബെറ്ററാണ് തൈരിന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലസ്സിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി ഐറ്റംസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.